റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റാസി വിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ അറിയുന്നവർ ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഈ വീഡിയോയിൽ 3ാം ക്ലാസ്സിലെ ഖുർആൻ, ഹിഫ്ള്, തദ്രീബ് ഈ വിഷയങ്ങളിലെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഖുർആനിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിച്ച സൂറത്തുകൾ, നമ്മൾ ഓതി പഠിച്ച സൂറത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു സൂറത്തിൽ നിന്ന് ഒരു കുറച്ച് ആയത്തുകൾ, ഒരു 3ഓ 4ഓ ചെറിയ ആയത്തുകളാണെങ്കിൽ ഒരു 5 ആയത്തുകളൊക്കെ ആയിരിക്കും ഓതിപ്പിക്കുക. ഇവിടെ ഈ പേപ്പറിൽ സൂറത്തുൽ മുസമ്മിലാണ്. സൂറത്തുൽ മുസമ്മിലിൽ നിന്ന് ഒരു 3 ആയത്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ച സൂറത്തുകളിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ സൂറത്തിൽ നിന്ന് കുറച്ച് ഭാഗമായിരിക്കും ഓദിക്കുക. ഏത് ഓദിക്കുകയാണെങ്കിലും നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഖുർആൻ ഓതുന്നതിൻ്റെ നിയമങ്ങൾ, തജ്വീദിലെ നിയമങ്ങൾ. വളരെ പ്രധാനമായിട്ട് നമ്മൾ 3ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ, തദ്രീബിൽ പഠിച്ച കാര്യങ്ങൾ, അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. ഇവിടെ ഇപ്പോൾ 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. എന്താ? അക്ഷരശുദ്ധിയോടെ ഇടർച്ചയില്ലാത്ത പാരായണം എന്ന് പറയുന്നുണ്ട്. അഥവാ ഓരോ അക്ഷരങ്ങൾക്കും ഉച്ചരിക്കേണ്ട ഒരു മഖ്റജ് ഉണ്ട്. ആ മഖ്റജിൽ നിന്ന് തന്നെ അക്ഷരങ്ങൾ ഉച്ചരിക്കണം. അക്ഷര ശുദ്ധി വേണമെന്നർത്ഥം. പിന്നെ ഇടർച്ചയില്ലാത്ത പാരായണം എന്ന് പറഞ്ഞാൽ തപ്പിപ്പിടുത്തോ ഒന്നുമില്ലാതെ ഇങ്ങനെ കറക്റ്റായിട്ട് ഓതുന്ന ഒരു രീതിയിലൊക്കെ ആണെങ്കിൽ ആ മാർക്ക് കിട്ടുക. അപ്പോൾ ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹുറൂഫുൽ ജൗഫ് മാർക്കിൽ പരിഗണിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹുറൂഫുൽ ജൗഫ്, ഹുറൂഫുൽ ഹൽക്ക്, ഹുറൂഫുൽ ലിസാനൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അതിൽ ഹുറൂഫുൽ ജൗഫ് ഇതൊക്കെയാണല്ലോ ഹുറൂഫുൽ ജൗഫിൽ അക്ഷരങ്ങൾ. വാവ്, ബാ, ഫാ, മീമൊക്കെയാണല്ലോ. വാവ്, ബാ, ഫാ, മീം അല്ലേ? ഈ അക്ഷരങ്ങളൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ മഖ്റജ് അനുസരിച്ച് കണ്ട് ഉച്ചരിക്കുമ്പോൾ അതിനനുസരിച്ച് കണ്ടുകളിലൊക്കെ മാർക്ക് കിട്ടും എന്നർത്ഥം. അപ്പോൾ അതേപോലെ അതൊക്കെ പ്രത്യേകം പരിഗണിച്ചിട്ട് വേണം ഓതാൻ എന്നർത്ഥം. അതിൻ്റെ കൂടെ തന്നെ തദ്രീബിൽ കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറുകൾ എഴുതാണ്ടാവും. ഇവിടെ വന്നിട്ടുള്ളത് എന്താണ്? ഹുറൂഫുൽ ലിസാൻ കള്ളിയിൽ എഴുതാം എന്നാണ്. ഹുറൂഫുൽ ലിസാൻ കള്ളിയിൽ എഴുതാം. അതിലിവിടെ ഒരു 3 അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ലാദ്, റാ, സ്വാദ് കൊടുത്തിട്ടുണ്ട്. ബാക്കി അക്ഷരങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. പിന്നെ 18 അക്ഷരങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതിൽ ബാക്കി എല്ലാ അക്ഷരങ്ങളും നമുക്ക് എഴുതാം. ഏതൊക്കെയാണ്? ഖാഫ്, പിന്നെ ഷീന്, ദാല്, താ, സായ്, പിന്നെ സീന്, കാഫ്, നൂൻ, ലാം, യാ, പിന്നെ ജീം, ത്വാ, ദാൽ, സാ, ലാ. അപ്പോൾ 15 അക്ഷരങ്ങൾ നമ്മൾ എഴുതി. 3 അക്ഷരങ്ങൾ ഇവിടെ ഉണ്ട്. ഇനി അടുത്തത് ഇപ്പോൾ 2ാമത്തത് ഹുറൂഫുൽ ലിസാൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 3ാമത്തത് നോക്കി എഴുതാം എന്നുള്ളതാണ്. 2 വാക്കുകളാണ്. കദബു, അസ്വാജ. അത് അതേപോലെ നോക്കി എഴുതാം. കദബു, പിന്നെ അസ്വാജ. ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി, കൂടുതൽ പ്രാവശ്യമൊന്നും എഴുതണ്ട. പിന്നെ ഹിഫ്ള് പരീക്ഷ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതുവരെ പഠിക്കാനുള്ള സൂറത്തുകൾ, പിന്നെ ഒന്ന് ഹുമസയാണ്, വൈലുല്ലി കുല്ലി ഹുമസ, ആ സൂറത്ത്. പിന്നെ വൽ അസ്റാണ്, അസ്ർ സൂറത്ത്. പിന്നെ അതേപോലെ തന്നെ തക്കാസുർ, അൽഹാക്കുമുത്ത് തക്കാസുർ എന്നുള്ള സൂറത്ത്. പിന്നെ അൽ ഖാരിയ, അൽ ഖാരിയത്തും അൽ ഖാരിയ. ഈ സൂറത്തുകളൊക്കെയാണ് കാണാതെ പഠിക്കാനുള്ളത്. ഇവിടെ ഇവിടെ 1ാമതായിട്ട് വന്നിട്ടുള്ളത് സൂറത്തുൽ ഹുമസയിലെ 5, 6, 7, 8, 9 ആയത്തുകളാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ സൂറത്തു തക്കാസുറിലെ തുടക്കം മുതൽ 5 ആയത്തുകളാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 4 സൂറത്തുകൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇതിലേതെങ്കിലും 1-2 സൂറത്തുകളിൽ നിന്ന്, 2 സൂറത്തുകളിൽ നിന്ന് വ്യത്യസ്ത ആയത്തുകൾ ഹിഫ്ള് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ സൂറത്തുകളും കൃത്യമായി പഠിച്ചു വെക്കുക.
പിന്നെ ഇവിടെ മൂന്നാമതായിട്ട് നമ്മൾ തദ്രീബിലെ ഓരോ പാഠത്തിൻ്റെയും അവസാനം ഓരോ ദുആകളുണ്ടല്ലോ, ആ ദുആയും ചോദിച്ചിട്ടുണ്ട്. ഇവിടെ റബ്ബന ആത്തിന മുതൽ അദാബന്നാർ വരെ അല്ലേ. റബ്ബന ആത്തിന ഫിദ്ദുന്യ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിന അദാബന്നാർ. അതാണ് ഓരോ പാഠത്തിൽ ഓരോ ദുആകളുണ്ട്, അതും കൂടി പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഈ പറഞ്ഞ 4 സൂറത്തുകൾ കൃത്യമായി പഠിക്കുക. അതിൽ നിന്ന് ഏതെങ്കിലും 1-2 സൂറത്തുകളിൽ നിന്ന് കുറച്ച് ആയത്തുകളും ഹിഫ്ള് പരീക്ഷയ്ക്ക് ഉണ്ടാവുന്നതാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാവിധ വീഡിയോകളും നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.